ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് എഴുന്നേക്കാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഇന്നലെ വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പം ഞാനിന്ന് രാവിലെ തന്നെ വർക്കിന് കയറി. നിങ്ങൾ ഇന്നലെ ലേറ്റ് ആയതിൻ്റെ കാരണം ഒന്ന് കാണും. അങ്ങനെ ഞങ്ങൾ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടായുടെ ബർത്ത്ഡേ എന്നുള്ള കാര്യം ഓർത്തത്. ചേട്ടായി എന്ന് പറഞ്ഞാൽ കുട്ടൂൻ്റെ ചേട്ടൻ. ഞങ്ങൾ അപ്പോൾ ഓടിപ്പോയി ഒരു കേക്കൊക്കെ വാങ്ങിച്ച് സർപ്രൈസ് ചെയ്യാൻ വന്നു. മണിക്കുട്ടൻ്റെയും ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒരു നാരങ്ങളും ചീസും പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് കോളേജിൽ പോകാനുള്ള റെഡിയായി ഇറങ്ങി. ഞാൻ പോകുന്ന വഴിക്ക് നല്ലൊരു പാടം കണ്ടപ്പോൾ ഞാൻ അവിടെ തന്നെ കുറച്ച് വിഷ്വൽ എടുക്കാമെന്ന്. നിങ്ങൾ ആ വിഷ്വലൊന്ന് കാണും ഗൈസ്. അങ്ങനെ ഞാൻ കോളേജിലെത്തി, ക്ലാസ്സിൽ കയറി. ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എന്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇച്ചിരിയുടെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിനിമയൊക്കെ കണ്ട് വർക്ക് ചെയ്തു. വർക്കൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ഷൂട്ടിനായിട്ട് ഞാൻ ഇറങ്ങി. കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ നിർത്തി ഇറങ്ങി. അപ്പോൾ ഞാൻ പോകുന്നത് ഹൈദ്രുവിനെ പിക്ക് ചെയ്യാനായിട്ടായിരുന്നു. ഹൈദ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാല്യകാല സുഹൃത്താണ് കേട്ടോ, ആദിത്യൻ. അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ അവൻ്റെ വീടിൻ്റെ വാതിക്കലെത്തി. അങ്ങനെ അവൻ്റെ വീടിൻ്റെ വാതിക്കലെത്തിയപ്പോൾ ചെറുക്കൻ്റെ ഷൂ ഒക്കെ ആയിട്ട് വരുന്നു. ഞാൻ ചെറുക്കൻ്റെ ഷൂ ഇടാൻ ഗ്യാപ്പ് കൊടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി അവൻ്റെ കയ്യിലേക്ക് കൈമാറി. ഞാൻ ക്യാമറ കയ്യിലേക്ക് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നൊരു പാടത്തേക്കാണ് കേട്ടോ. അത് നല്ല രസമില്ല, ഈവനിങ് അടിപൊളി, നല്ല സൺലൈറ്റ്, ഭയങ്കര രസം, അടിപൊളിയാണ്. അങ്ങനെ നല്ല ബാക്ക്ഗ്രൗണ്ടും ലൈറ്റും ഒക്കെ കണ്ടപ്പോഴത്തേക്കിനും ഞാൻ പണി തുടങ്ങി. നിങ്ങൾ ആവശ്യമില്ലെന്ന് കാണുക. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. നമ്മളിത് തിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ച് കാറിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ കാറെടുത്തു. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവിൻ്റെ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കുക. അങ്ങനെ ഞങ്ങൾ കിച്ചുവിനെയൊക്കെ പിക്ക് ചെയ്ത് പോകാൻ തുടങ്ങി. ഇതാണ് കേട്ടോ കിച്ചു. കിച്ചുവിൻ്റെ അനിയനാണ് കേട്ടോ. അവനൊരു കനേഡിയൻ ബോയ് ആണ്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തു. അത് കഴിഞ്ഞൊരു നാരങ്ങാവെള്ളം കുടിക്കാനുള്ള പോവാണ്. അങ്ങനെ ഞങ്ങൾ നാരങ്ങാവെള്ളം കുടിക്കാനായിട്ട് കടയിലെത്തി നാരങ്ങാവെള്ളമൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് നാരങ്ങാവെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ നാരങ്ങാവെള്ളം കുടിയെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തു. ഉമ്മാരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഉമ്മാരെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് എനിക്ക് വീട്ടിൽ പോകാൻ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.